Hi friends, welcome back to my channel, your online teacher. So, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ ടോപ്പിക്സും അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയേറെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോ അത് പാർട്ട് 1 ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 2ഉം 3ഉം ഒക്കെ വേണമെന്നുള്ളത് നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യാൻ. വേണ്ടവരെ താഴെ കമൻറ്റ് ചെയ്യാം. മാക്സിമം എത്ര പേര് കമൻറ്റ് ചെയ്യുന്നോ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇനിയിപ്പോഴും അറിയില്ലാത്ത കുറേ ആളുകളുണ്ട്. നമ്മൾ +1 സബ്ജക്ട്സിൻ്റെ ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവരെ ആരും പ്രൊവൈഡ് ചെയ്യാത്ത റേറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയാണെങ്കിലും ഈ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് +1 നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാകാൻ പറ്റും. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ് ഈ 4 വിഷയങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് +1 ഏത് സബ്ജക്റ്റാണോ അതൊന്ന് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. സോ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലേക്ക് വരാം. സോ ചാപ്റ്റർ 1 കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ചാപ്റ്റർ വൈസ് ആയിട്ട് എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോ മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ എന്താണെന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. നമുക്ക് മാക്സിമം 5 മാർക്കിൻ്റെ ചോദ്യം വരാം, 8 മാർക്കിൻ്റെ വരാറില്ല. സോ 1, 2, 3, 4, 5 അങ്ങനെ മാർക്കിൻ്റെ വരുന്നത്. സോ മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ എന്താണ്? ഇൻഫർമേഷൻ ആണ്. എന്താണ് ഡേറ്റ? ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ ഫാക്ട്സ് ആണ്. അതിലൊന്നും ചെയ്തിട്ടില്ല. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, നമ്പർ, വേർഡ്സ് ഒക്കെ പോലെയുള്ള റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡേറ്റ. ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഡേറ്റയുമാണ്. നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ് പോലെ ഒത്തിരി വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വളരെ ആപ്റ്റായിട്ട് കറക്റ്റ് ടു ദ പോയിൻ്റ് ആൻസേഴ്സ് എഴുതിയാൽ മതി. ഇനി ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? ആദ്യം ഡേറ്റ ക്യാപ്ചർ ചെയ്യും, ദെൻ ഡേറ്റ ഇൻപുട്ട് ചെയ്യും, അത് സ്റ്റോർ ചെയ്ത് വയ്ക്കും, പ്രോസസ്സ് ചെയ്യും, ഔട്ട്പുട്ട് ഇൻഫർമേഷൻ ആൻഡ് യൂസേഴ്സിന് ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സിനെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇൻപുട്ട് യൂണിറ്റ്, സ്റ്റോറേജ്, 4 ഉണ്ട്. സ്റ്റോറേജ് യൂണിറ്റ് തന്നെ CPU-ലാണ്. ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റിൽ, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും രജിസ്റ്റേഴ്സും വരുന്നത്. വരയ്ക്കാൻ പറഞ്ഞാൽ ആ ഫിഗർ വരയ്ക്കണം കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വരയ്ക്കാൻ പഠിക്കണം. ദെൻ CPU-യുടെ കമ്പോണൻസ് എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അതിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? എല്ലാ തരത്തിലുള്ള കമ്പാരിസൺസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. കൺട്രോൾ യൂണിറ്റ് ആണ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതാത് യൂണിറ്റിലേക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം എടുത്ത് അത് നിർദ്ദേശങ്ങളും എല്ലാം കൊടുക്കുന്നത്, അത് ഓപ്പറേഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും സിഗ്നൽസ് ഇഷ്യൂ ചെയ്യുന്നതും എല്ലാം കൺട്രോൾ യൂണിറ്റ് ആണ്. ദെൻ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPU-യുടെ ഫങ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ CPU-യുടെ 3 കമ്പോണൻസ് ALU, CU ആൻഡ് രജിസ്റ്റേഴ്സ് ആണ്. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വേഴ്സറ്റാലിറ്റി, ഹ്യൂജ് മെമ്മറി. ലിമിറ്റേഷൻസ് ലാക്ക് ഓഫ് IQ, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ, അല്ലേ? ദെൻ 3 അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ. സെയിം ക്വസ്റ്റ്യൻ, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നമ്പർ കൺവേർഷൻ സിസ്റ്റം. അത് ഒരുപാടുണ്ട്. നിങ്ങൾക്കത് കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ടോപ്പിക്സും നിങ്ങൾ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഒത്തിരി ടൈം എടുക്കും. നമ്പർ കൺവേർഷന് മാത്രമായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടി വരും. സോ അത് ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കുറച്ചധികം കാൽക്കുലേഷൻസ് അവിടെ വരും. അതിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സും നിങ്ങൾ നോക്കി വെച്ചേക്കുക. അത് എളുപ്പമാണ്. നമ്മൾ -83നെ 1's കോംപ്ലിമെൻറ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ 8 ബിറ്റ് ഫോമിലേക്ക്, മുന്നേ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ, ആ 8 ബിറ്റ് ഫോമിലേക്ക് മാറ്റണം. ദെൻ അതിനെ 1's കോംപ്ലിമെൻ്ററി ആക്കാമെന്ന് പറഞ്ഞാൽ എല്ലാ 1നെയും 0 ആക്കാം, എല്ലാം 0നെയും 1 ആക്കാം. അതാണ് അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 2's കോംപ്ലിമെൻറ്റ് ഫോം ആക്കാൻ പറഞ്ഞാലോ, ആദ്യം അതിനെ 8 ബിറ്റ് ഫോമിലേക്ക് ആക്കാം, ദെൻ അതിനെ 1's കോംപ്ലിമെൻ്റ് ആക്കാം, എന്നിട്ട് ഇതാ ഇവിടെ ഒരു 1 ആഡ് ചെയ്യുക. 0 + 1 1, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. അങ്ങനെയാണ് അതിനെ 2's കോംപ്ലിമെൻറ്റ് ഫോമിലേക്ക് മാറ്റുന്നത്. ഓക്കെ. Then there are 3 methods for representing an integer number in a computer memory. ഒരു ഇൻറ്റീജർ നമ്പർ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് 3 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെ? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, 1's കോംപ്ലിമെൻ്റ് ഉണ്ട്, 2's കോംപ്ലിമെൻ്റ് ഉണ്ട്. 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും ഇപ്പോൾ നമ്മൾ കണ്ടു. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ദിസ് മെത്തേഡ് ഫസ്റ്റ് ബിറ്റ് ഫ്രം ലെഫ്റ്റ്, അതായത് ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് ബിറ്റ് ഉണ്ടല്ലോ, അതാണ് അതിന് സൈൻ കാണിക്കുന്നത്.
അത് ആ ഒരു ഇൻറ്റീജറിൻ്റെ സൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഫസ്റ്റ് ബിറ്റ്. ബാക്കി 7 ബിറ്റ്സ് വരുന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും. 1 ആണെന്ന് വെച്ചാൽ അത് മൈനസ് നമ്പർ ആണെന്ന് അർത്ഥം. ഇവിടെ 0 ആണെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആണെന്നായിരിക്കും അർത്ഥം വരുന്നത്. പിന്നെ 1's കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ അതിനെ 8 ബിറ്റ് ഫോമിലേക്ക് മാറ്റിയിട്ട് 0നെ എല്ലാം 1 ആക്കും, 1നെ എല്ലാം 0 ആയിട്ട് റീപ്ലേസ് ചെയ്യും. 2's കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ഫോമിലേക്ക് ആക്കും, ദെൻ അതിന് 1's കോംപ്ലിമെൻ്റ് ആക്കും, ദെൻ അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യും. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 0യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 1ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഏതാ, ഇന്ത്യൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള കോഡിങ് ഏതാണെന്ന് ചോദിച്ചാൽ ISKI ആണ്. ISCII. യൂണിക്കോഡിന് ഷോർട്ട് നോട്ട് ചോദിച്ചാൽ അതൊരു 8 ബിറ്റ് ASCII ആണ്. നമുക്കൊരു 256 ക്യാരക്ടേഴ്സ് അതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലോകത്തുള്ള എല്ലാ ലാംഗ്വേജസും അല്ലെങ്കിൽ എല്ലാ സിമ്പിൾസും നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ദെൻ ASCIIയുടെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ISKI വരുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ASCIIയും യൂണിക്കോഡും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ASCII എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്. 7 ബിറ്റ്സ് ആണ് ഓരോ ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 128 ക്യാരക്ടർ വരെ അതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ASCII 8 എന്ന് പറഞ്ഞാൽ വേറൊരു വേർഷൻ ഉണ്ട്, അതിൽ 8 ബിറ്റ് ക്യാരക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 256ഓളം ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. യൂണിക്കോഡ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. യൂണിക്കോഡ് ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 16 ബിറ്റ്സ് ഓഫ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് 65,536 ക്യാരക്ടേഴ്സ് നമുക്കിതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പല ലാംഗ്വേജസ്, വേൾഡിലുള്ള പല ലാംഗ്വേജസും നമുക്ക് ഈ യൂണിക്കോഡ് യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ റൈറ്റ് ഫുൾ ഫോം ഓഫ് JPEG ഓഡിയോ ഇമേജ് ആൻഡ് വീഡിയോ റെപ്രസെൻറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമാറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ജോയിൻറ്റ് പിക്ചർ എക്സ്പേർട്സ് ഗ്രൂപ്പ്. 1 മാർക്കിന് ചോദിക്കാവുന്ന A+ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ദെൻ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് രണ്ടാമത്തെ ചാപ്റ്റർ. അതിൽ ഹാർഡ്വെയർ പ്രോസസ്സറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ രജിസ്റ്റർ ഇൻ CPU ദാറ്റ് ഹോൾഡ്സ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സ് ഉള്ളത് CPUവിൽ ഏത് രജിസ്റ്ററിലാണ്? പ്രോഗ്രാം കൗണ്ടറിലാണ്. ദെൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്തിനാണ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPUവിലെ സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്. പ്രോഗ്രാം സ്പീഡിലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനാണ് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. 2 രജിസ്റ്റേഴ്സിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അക്യൂമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, അങ്ങനെ പലതുണ്ട്. പ്രോഗ്രാം കൗണ്ടർ. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അക്യൂമുലേറ്റർ എന്ന് പറയുന്നത് അർത്തമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ഒരു പാർട്ടാണ്. അർത്തമെറ്റിക് ആൻഡ് ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് സ്റ്റോർ ചെയ്യാനും അതിൻ്റെ റിസൾട്ട് കാണിക്കാനൊക്കെയാണ് ഈ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഡേറ്റയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. മെമ്മറി ബഫർ രജിസ്റ്ററിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് പ്രോസസറിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. പ്രോഗ്രാം കൗണ്ടറിലാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ, ഇറ്റ് സ്റ്റോർസ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഇനി അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിലാണ്. USB എന്ന് നമ്മൾ എപ്പോഴും പറയാറ്, USB കേബിൾ എന്ന് പറയാറില്ല, അതിൻ്റെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. ദെൻ പ്രൊജക്ടർ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ VGA പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. HDMIയുടെ ഫുൾ ഫോം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ്സ് ആണ്? 8 ബിറ്റ്സ് ആണ്. 1 MB ഈക്വൽ ആയിട്ടുള്ള എന്താണ്? 1024 KB ആണ്. കമ്പ്യൂട്ടറിലെ മെമ്മറീസ് 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് പറയുന്നത് CPUവിന് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലാണ് RAM, ROM, ക്യാഷെ മെമ്മറി വരുന്നത്. RAM എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതായത് ഇറ്റ് ഈസ് എ മെയിൻ മെമ്മറി. മൈക്രോ പ്രോസസ്സറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെയിൻ മെമ്മറിയാണ് RAM എന്ന് പറയുന്നത്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇത് അലൗ ചെയ്യുന്നുണ്ട്. വോളറ്റൈൽ മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻറ്റ് മെമ്മറിയാണ്. ക്യാൻ ബി പെർഫോം ഓൺലി റീഡ് ഓപ്പറേഷൻ. നമുക്കതിൽ റൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൽ തിരുത്തൽ ചെയ്യാൻ പറ്റില്ല. അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ. അത് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. നോൺ വോളറ്റൈലാണ്. ദെൻ ROM തന്നെ പലതരത്തിലുണ്ട്. PROM ഉണ്ട്, ഒരു തവണ മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് PROM. ദെൻ EEPROM ഉണ്ട്, ഇറേസബിൾ പ്രോഗ്രാമബിൾ ROM. അൾട്രാ വയലറ്റ് റേഡിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ EEPROM ഉണ്ട്, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ ROM. നമുക്ക് ഇലക്ട്രിക്കലി അത് ഇറേസ് ചെയ്യാനും റീറൈറ്റ് ചെയ്യാനും സാധിക്കും. ക്യാഷെ മെമ്മറി എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം. റാമിൻ്റെ പ്രൊസറിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. ഫ്രീക്വൻലി നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് എക്സെട്ര ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മെമ്മറിയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ള നമ്മുടെ പെൻ ഡ്രൈവ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ലാർജർ ഇൻ സൈസിലുള്ള ഡേറ്റ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, പക്ഷേ കുറച്ച് സ്ലോവർ ആയിരിക്കും. അതിന് പല പല ഡിവൈസസ് ഉണ്ട്. മാഗ്നറ്റിക് ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പല പല ഡിവൈസസ് ഉണ്ട്. ദെൻ അസെൻഡിങ് ഓർഡറിൽ മെമ്മറി ഡിവൈസസിൻ്റെ സ്പീഡിൻ്റെ അസെൻഡിങ് ഓർഡറിൽ, അതായത് കുറഞ്ഞതിൽ നിന്ന് കൂടിയ സ്പീഡുള്ളതിലേക്ക് നമ്മളോട് ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക്, ദെൻ റാം, ക്യാഷ്, രജിസ്റ്റർ. ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് രജിസ്റ്റേഴ്സിനാണ്. പ്രൈമറി സെക്കൻഡറി കമ്പയർ ചെയ്യാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. റാം ആൻഡ് റോം തമ്മിലുള്ള കമ്പാരിസണും നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് എഴുതിയാൽ മതി. റീഡിങ്, റൈറ്റിംഗ്, റീഡിങ് ഓൺലി, വോളറ്റൈൽ, നോൺ വോളറ്റൈൽ. അത് വോളറ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് പോയാൽ അതിലെ പവർ പോയി കഴിഞ്ഞിട്ട് കണ്ടന്റ് ലോസ്റ്റ് ആകും. റോം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പവേർഡ് ഓഫ് ആണെങ്കിലും കണ്ടന്റ് അവിടെ തന്നെ ഉണ്ടാകും. പിന്നെ നമ്മൾ കോമൺലി യൂസ് ചെയ്യാറുള്ള കുറച്ച് സെക്കൻഡറി മെമ്മറി ഡിവൈസാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ടേപ്പ് ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, കോമ്പാക്ട് ഡിസ്ക് ഉണ്ട്, DVD, പണ്ടത്തെ DVD, ഇപ്പോൾ എല്ലാവരും USB ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, കുറച്ച് ഇൻപുട്ട് ഡിവൈസോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസോ എക്സാമിന് ചോദിക്കും. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നുള്ളത്, നിങ്ങൾ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. ഇൻപുട്ട് ഡേറ്റ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് പെൻ യൂസ് ചെയ്യാറുണ്ട്, ടച്ച് സ്ക്രീൻ, ജോയ്സ്റ്റിക്, മൈക്രോഫോൺ, സ്കാനർ. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ എക്സാമ്പിളാണ് പ്ലോട്ടർ, പ്രിൻ്റർ, വീഡിയോ, സ്പീക്കർ ഓഫ്. MICR ഫുൾ ഫോമാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഓക്കെ, എന്താണ് ഇ വേസ്റ്റ്? ഇ വേസ്റ്റിൽ നിന്നൊരു 4 മാർക്കിൻ്റെ ചോദ്യം വരാറുണ്ട്. ഇ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റിന് ലൈഫ് കഴിഞ്ഞു, പിന്നെ അത് വേസ്റ്റായി, അതാണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അത് നമുക്ക് എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും? 4 രീതിയിലാണ് ഡിസ്പോസ് ചെയ്യാൻ പറ്റാറ്. ഒന്നെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം, നന്നാക്കി ഒന്നും കൂടി യൂസ് ചെയ്യാം. ഇൻസിനറേഷൻ, ഹൈ ടെമ്പറേച്ചറിൽ അത് കത്തിച്ച് കളയാം. ദെൻ റീസൈക്കിൾ ഇ വേസ്റ്റ്, അത് റീസൈക്കിൾ ചെയ്തിട്ട് വേറെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം. ലാൻഡ് ഫില്ലിങ്, ഈ മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാൻഡ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഈ വേസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. സോറി. ദെൻ എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സസ് ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ദെൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ, സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ ഒക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയേക്കുക. ലാംഗ്വേജ് പ്രോസസ്സസ്, കമ്പൈലേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HLL ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാംസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് സിംഗിൾ റണ്ണിൽ കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ. ഇൻ്റർപ്രറ്റർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ പറഞ്ഞതാണല്ലോ. ഓക്കെ, ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്നും നോക്കി വെക്കണം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് ലിനക്സും വിൻഡോസും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ് ടാലി, MS വേർഡ്, ഓപ്പൺ ഓഫീസ് കാൽക്ക്. യൂട്ടിലിറ്റി പ്രോഗ്രാമിൻ്റെ എക്സാമ്പിളാണ് വിൻസിപ്പ്. ദെൻ ഫ്രീഡം ഡിസൈൻഡ് ബൈ FSF ഫോർ സോഫ്റ്റ്വെയർസിൻ്റെ 3 ഫ്രീഡം പഠിച്ചു വയ്ക്കണം, ചോദിക്കാറുണ്ട്. ഫ്രീഡം 0 ആണെന്നുണ്ടെങ്കിൽ ഫ്രീഡം ടു റൺ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്, ഏത് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ആ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഫ്രീഡം 1 ആണെങ്കിൽ ആ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്നുള്ളതും നമ്മുടെ നീഡിനനുസരിച്ച് അതിൽ ചേഞ്ചസ് വരുത്താനും സാധിക്കും. ദെൻ ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഓഫ് സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡമാണ് ഫ്രീഡം 2ൽ വരുന്നത്. ഗിംബിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കണം, GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. മൊസില്ല ഫയർഫോക്സും ഉണ്ട്. ഇത് രണ്ടും എന്നാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ആണ്, നമുക്ക് യൂസ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കോപ്പി ചെയ്യാം, യൂസ് ചെയ്യാം, ഫ്രീഡം അനുസരിച്ചിട്ട് അത് ചേഞ്ച് ആൻഡ് ഇമ്പ്രൂവ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫ്രീവെയറും സോഫ്റ്റ്വെയറും ഷെയർവെയറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഫ്രീവെയർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം, അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആണ്. അതേസമയം ഷെയർവെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു തവണ യൂസ് ചെയ്യാനുള്ള ചാൻസേ അവർ തരുള്ളൂ. ദെൻ പിന്നീട് നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളത് വാങ്ങിക്കേണ്ടി വരും. എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിരിക്കില്ല, നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുണ്ടാകുള്ളൂ. പിന്നെ നമുക്ക് ഈസിലി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, ആ ഓതറിൻ്റെ പെർമിഷൻ ആവശ്യമായിട്ട് വരും.
ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സാണ് നമ്മളതിൽ കവർ ചെയ്തത്. ദെൻ ചാപ്റ്റർ 3 പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്ങിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രോഗ്രാമിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലേ, അതിൻ്റെ ടൈപ്പ്, ക്വാണ്ടിറ്റി, ഫോർമുല അതെല്ലാം കണ്ടുപിടിക്കാം. ദെൻ അൽഗോറിതം ആൻഡ് ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ കോഡിങ്, ഹൈ ലെവൽ ലാംഗ്വേജിൽ നമുക്കത് പ്രോഗ്രാം ചെയ്യാം. ദെൻ ട്രാൻസ്ലേഷൻ ആണ്, അതിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഡീബഗിങ്, അതിലെ എറേഴ്സ് എല്ലാം ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യും. ദെൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ദെൻ ഡോക്യുമെൻറ്റേഷൻ, ആ പ്രോഗ്രാമിൽ നമ്മൾ കമൻസ് എഴുതുന്നതാണ്. പിന്നീട് ഒരാൾക്ക് മനസ്സിലാകുന്നതിനും അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് എടുക്കുമ്പോൾ മനസ്സിലാകുന്നതിനും വേണ്ടിയിട്ട് നമുക്കതിൽ കമൻസ് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഡോക്യുമെൻറ്റേഷൻ. ദെൻ അൽഗോറിതം എഴുതാനും വരയ്ക്കാനും പഠിക്കണം കേട്ടോ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് അൽഗോറിതം എന്ന് പറയുന്നത്. അൽഗോറിതം എഴുതാൻ ചോദിക്കും. അപ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എല്ലാ അൽഗോറിതം പ്രോഗ്രാംസ് എല്ലാം പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അൽഗോറിതത്തിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ദെൻ അതിൽ ഉപയോഗിക്കുന്ന പല പല സിമ്പിൾസ് ഉണ്ടല്ലോ. ടെർമിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സിമ്പിളാണ് യൂസ് ചെയ്യാറുള്ളത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് നമ്മൾ റോംബസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രോസസ്സിന് റെക്റ്റാങ്കിളും, ഡിസിഷൻ മേക്കിങ്ങിന് ഇങ്ങനെയുള്ളൊരു സ്ക്വയറും. ദെൻ ഫ്ലോ ലൈൻസ് യൂസ് ചെയ്യുന്നത് ആ ഒരു അൽഗോരിതത്തിൻ്റെ ഫ്ലോ മനസ്സിലാക്കാനും ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് കണക്ട് ചെയ്യാൻ കണക്റ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലോ ചാർട്ടിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ്, ഒത്തിരി വരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. ദെൻ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ലോജിക്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അത് മാറ്റി വേറെ നമ്മൾ വരയ്ക്കേണ്ടി വരും. അതേസമയം ഈ ഫ്ലോ ചാർട്ടിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്, എഫക്റ്റീവായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം, എഫക്റ്റീവ് സിന്തസിസ് ആണ്, എഫിഷ്യൻറ്റ് കോഡിംഗ് ആണ്. ഓക്കെ, ദെൻ കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എഴുതുന്നതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുന്നതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം പിന്നീട് നമുക്കതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് എക്സ്ട്രാ കാര്യങ്ങൾ അതിലേക്ക് എഴുതി വയ്ക്കാം. അതാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സ് കോഡിൽ കമൻസ് എഴുതുന്നതാണ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ. എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ഓഫ് സിസ്റ്റം മാനുവൽ ആൻഡ് യൂസർ മാനുവൽ ആണ്. അതായത് ഹാർഡ് കോപ്പി ഡോക്യുമെൻറ്റ്സ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങും അതിൻ്റെ റിക്വയർമെൻറ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹാർഡ് കോപ്പി ഡോക്യുമെൻറ്റ്സ് ആണ് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോഴ്സ് കോഡിൽ കമൻസ് എഴുതുന്നതാണ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ. പ്രോഗ്രാമിങ്ങിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സാണ് സിൻടാക്സ് എറർ. നമ്മൾ കൊടുത്തിരിക്കുന്ന സെമിക്കോളനോ എന്തെങ്കിലുമൊക്കെ തെറ്റിയാൽ വരുന്ന, റൂള് തെറ്റിച്ചാലൊക്കെ വരുന്നതാണ് സിൻടാക്സ് എറർ. ലോജിക്കൽ എറർ എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോൾ അതിന് ലോജിക്കൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ലോജിക്കൽ എറർ. റൺ ടൈം എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് ഓപ്പറേഷന് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വരുന്ന എററാണ് റൺ ടൈം എറർ. സോ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു 32 അല്ലെങ്കിൽ 35 മാർക്ക് സ്കോർ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 5 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആൻഡ് 3 വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്